വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ? അപ്പം കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും, പിന്നെ എന്താണ് മോതിരം, പിന്നെ എന്താണ് വസ്ത്രം, 3 കാര്യം കൊടുക്കും. അപ്പോൾ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവൻ മകനായിരുന്നു, അടിമകൾക്കാണ് ചെരുപ്പില്ലാത്തത്, മോതിരമില്ലാത്തത്, മകനും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അയാളെ തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമൻട്രീസൊക്കെ പറയണത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു. കാരണം ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു. മേൽത്തരം വസ്ത്രമാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു. അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യുന്ന ആരാണ്ടൊരുത്തൻ അപ്പനോട് ഇടിവെച്ചിട്ട് വസ്തു മേടിച്ചിട്ട് പോയ കാര്യമല്ല ഈശോ പറയണതേ. ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ? സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന എന്താണ്? അനുദപിക്കുന്ന പാപിക്ക് കിട്ടിക്കുന്ന ഹെവൻലി സ്റ്റാറ്റസാണ്. അതെന്താ? കൃപയാണ്. അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത്. അപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞ് ഈ മേൽത്തര വസ്ത്രം എന്ന് പറയണത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തര വസ്ത്രം എന്ന് വായിച്ചു നോക്കിയത്. ലൂക്ക 15:22. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയേ, അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആഡംബരത്തോടെയാണ് ഈ അപ്പൻ സ്വീകരിക്കുന്നത്. നിന്റെ പശ്ചാത്താപം ദൈവരാജ്യത്തിൽ നിന്നെ പരമപിതാവ് സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ്. എന്താ കാര്യം? യു ഗോട്ട് ദ റിട്ടൈൻ ദ ഹെവൻലി സ്റ്റാറ്റസ്. നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത്. ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിച്ചെന്ന് പറയല്ലേ. അതാണ് ആ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു കിട്ടുന്നതുകൊണ്ടാണ്. പശ്ചാത്താപത്തിൽ നമുക്ക് പാപക്ഷമ മാത്രമല്ല, ഈ കുമ്പസാരത്തെ ഉന്നതമായ ഒരു കൂദാശയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ട പാപക്ഷമ മാത്രം നമുക്ക് ലഭിക്കുന്നത്, മേൽത്തരം കൃപയും ലഭിക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ യാക്കോബ് 4:5 വായിച്ചേ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ യാക്കോബിന് കിട്ടിയ ഇതിനോട്